നടി ഹണി റോസിന്റെ പരാതിയിൽ കസ്റ്റഡിയിലായ ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. വയനാട്ടിൽ നിന്നാണ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തത്. അല്പസമയത്തിനകം എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെത്തിക്കും. അതേസമയം ഹണി റോസിനെ പിന്തുണച്ച് ഫെഫ്ക രംഗത്തെത്തി. നടിയുടെ രഹസ്യമൊഴി കൊച്ചി DCP അശ്വതി ജിജി നേരിട്ട് രേഖപ്പെടുത്തി. സമഗ്ര വിവരങ്ങളുമായി നിഷ ദിലീപ് കൊച്ചിയിൽ നിന്നും ചേരുന്നുണ്ട്. നിഷ, ബോബി ചെമ്മണ്ണൂരിനെയും കൊണ്ട് ഏതാണ്ട് ഒരു 8 മണിയോടെ കൊച്ചി സെൻട്രൽ പോലീസ് ടീം കൊച്ചിയിലേക്ക് എത്തുമെന്നാണ് കരുതുന്നത്. നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമായ വിവരങ്ങൾ എന്തെല്ലാമാണ്? മാത്രവുമല്ല, ഹണിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ടല്ലോ. നീലിമ, ബോബി ചെമ്മണ്ണൂരുമായി ഏതാണ്ട് 20 മിനിറ്റിനകം തന്നെ കൊച്ചിയിൽ പോലീസ് ഇവിടേക്ക് എത്തും. ഈ സെൻട്രൽ സ്റ്റേഷനിലായിരിക്കും ബോബി ചെമ്മണ്ണൂരിൽ എത്തിക്കുക. ഇവിടെ എത്തിച്ചു കഴിഞ്ഞ് പ്രാഥമികമായി മൊഴിയെടുപ്പ് ഉണ്ടാവും. അതിനുശേഷം അറസ്റ്റ് നടപടികളിലേക്ക് പോകും. എന്തായാലും ഇനി വ്യക്തത വരാനുള്ളൊരു കാര്യം, ഇന്ന് രാത്രി തന്നെ മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ ഹാജരാക്കുമോ അതോ സ്റ്റേഷനിൽ തന്നെ ആയിരിക്കും, ജയിലിലായിരിക്കുമോ, അക്കാര്യങ്ങളിലൊരു വ്യക്തത വരാനുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഏതാണ്ട് 20 മിനിറ്റിനുള്ളിൽ തന്നെ ബോബി ചെമ്മണ്ണൂരുമായി പോലീസ് ഇവിടേക്ക് എത്തും. ഇപ്പോൾ ആലുവ കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇന്നലെ ഹണി റോസിന്റെ പരാതി വൈകിട്ട് 5 മണിക്ക് ശേഷം ലഭിക്കുന്നു. വളരെ ചടുലമായ നീക്കങ്ങളായിരുന്നു പോലീസ് നടത്തിയത്. ഹണി റോസിന്റെ പരാതി ലഭിക്കുന്നു. അതിനുശേഷം ഈ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം, അതായത് സ്ത്രീത്വത്തെ അപമാനിച്ചതിനും സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തികരമായ അശ്ലീല പരാമർശങ്ങൾ നടത്തിയതിനുമാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ IT ആക്ട് കൂടി ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്റ്റേഷൻ ജാമ്യം കിട്ടുകയില്ല. ബോബി ചെമ്മണ്ണൂർ ഇവിടെ എത്തിയാൽ ഉടൻ തന്നെ പോലീസ് പ്രാഥമികമായി ചോദ്യം ചെയ്യും. ഒരു തവണ IR ക്യാമ്പിൽ എത്തിച്ച് ചോദ്യം ചെയ്ത് കഴിഞ്ഞാണ് കൊച്ചിയിലേക്ക് ബോബി ചെമ്മണ്ണൂരിനെ കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഇവിടെ എത്തി ആദ്യം തന്നെ പ്രാഥമികമായുള്ള ഒരു മൊഴിയെടുപ്പ് ഉണ്ടാകും. അതിനുശേഷം അറസ്റ്റ് നടപടികളിലേക്ക് കടക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കുമോ എന്നുള്ള കാര്യത്തിലാണ് ഇതുവരെ ഒരു വ്യക്തത ലഭിക്കാത്തത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ബോബി ചെമ്മണ്ണൂരിന് ജയിലിൽ കഴിയേണ്ടി വരും. അല്പസമയത്തിനകം തന്നെ ബോബി ചെമ്മണ്ണൂരിനെ ഈ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കും. ഇതിനിടെ നടി ഹണി റോസ് CJM കോടതിയിലെത്തി രഹസ്യ മൊഴി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ IT ആക്ടും ഒപ്പം തന്നെ സ്ത്രീത്വത്തെ അപമാനിച്ചതിന് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരവുമാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസെടുത്തിട്ടുള്ളത്. ഇനി കൂടുതൽ വകുപ്പുകൾ എന്തെങ്കിലും ചേർക്കാൻ കഴിയുമോ എന്നുള്ള കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കാരണം ഇനി ഒന്നുകൂടി ബോബി ചെമ്മണ്ണൂരിന്റെ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. തന്നെ മാത്രമല്ല, സമൂഹ മാധ്യമങ്ങളിലൂടെ മറ്റ് സ്ത്രീകൾക്കെതിരെയും അശ്ലീല പരാമർശങ്ങൾ നടത്തിയെന്ന് തെളിവുകൾ